വയസ്സോ അതിന് മേലെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഈ വീഡിയോ എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്, എസ്പെഷ്യലി 30+ എന്ന് വേണമെങ്കിൽ പറയാം. ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താൽ മതി. അതായത് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ്, മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അതേപോലെ എമോഷണൽ ഫ്രീഡത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4-5 ഫാക്ടർ നിങ്ങൾ റെഡിയാക്കി കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിലോട്ട് നിങ്ങളുടെ ലൈഫിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഉയർത്തി കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ആൻഡ് ഇതിൽ പറയുന്ന കുറച്ച് ടിപ്പ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ റിസൾട്ട്, നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് വാവ് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു ഞാനല്ലല്ലോ, ഇപ്പോഴത്തെ കൊല്ലം ഞാൻ ടോട്ടലി മാറിയല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിനി ഒട്ടും ഡിലേ ആക്കേണ്ട നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ പേര് ഐഷ ബഷീർ എന്നാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. എസ്പെഷ്യലി നമ്മൾ സ്ത്രീകൾ മിക്കവാറും കിടക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഈ പുഴു പൂമ്പാറ്റ ആവുന്നതിന് മുന്നേ ഉള്ളൊരു സ്റ്റേജ് ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ പൊന്തിൻ്റെ ഉള്ളിൽ കൂടി ഉള്ളിലിരിക്കുന്ന ഒരവസ്ഥ. ആ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ കിടക്കുന്നുണ്ടാവുക. നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഒന്ന് ചിറക് വിരുത്തി പറന്നാലോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്ന ഒരു ടൈമാണ് നമ്മുടെ 30+ എന്ന് പറയുന്നത്. അതുവരെ നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ ഫാമിലി, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ, ഇവരെയൊക്കെ നോക്കി നമ്മൾ നമ്മുടെ ജീവിതം ഇങ്ങനെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടങ്ങി ഒതുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ലൈഫിൽ നിന്ന് നമ്മൾ ചിറക് വിരുത്തി പറന്നാലോ എന്നൊക്കെ ആലോചിക്കുന്ന ഒരു പ്രായം ആയതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റണം നമ്മുടെ ലൈഫിൽ ശരിക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ബോഡിക്കകത്തുള്ള ഞാൻ ആരാണ്, എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, എൻ്റെ ബോഡീനെ ഞാൻ എങ്ങനെയൊക്കെ നോക്കി നടത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ എമോഷണൽ ഫ്രീഡം എന്താണ്, എൻ്റെ ഫിസിക്കൽ ഫ്രീഡം എന്താണ്, എൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കാം. അറ്റ്ലീസ്റ്റ് 30+. ഈ 30+ ഞാൻ എടുത്തുകൊണ്ട് വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ 30 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഏറെക്കുറെ സ്ത്രീകൾക്കൊക്കെ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു പൊടിക്കൊന്ന് വലുതായി സ്കൂളിലോട്ടൊക്കെ ഒന്ന് അയക്കുന്ന ഒരു ഏജിലൊക്കെ എത്തിയിട്ടുണ്ടാവും. 30 വയസ്സിൽ കല്യാണം കഴിക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ അതല്ല പറഞ്ഞു തരുന്നത്. ഈവൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്തിട്ടുള്ള സ്ത്രീകളായിരിക്കും 30 വയസ്സിൽ കൂടുതലുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ ശരീരം നോക്കി തുടങ്ങേണ്ടുന്ന, അതുപോലെ അവരുടെ മൈൻഡിന് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തു തുടങ്ങേണ്ടുന്ന ഒരു പ്രായമാണിത്. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാലാണ് നമ്മളെക്കുറിച്ച് ആലോചിക്കുക, ഇത്രയും കാലം കൊണ്ട് ഞാൻ എന്താ ചെയ്തേ. സ്പെഷ്യലി ഒന്ന് ലൈഫിൽ സക്സസ് ആയി നിൽക്കുന്ന ഒരു കൂട്ടുകാരിയോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലിരിക്കുന്ന സ്ത്രീകളൊക്കെ അവരെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നതായിരിക്കും, ഇത്രയും കാലം കൊണ്ട് ഞാൻ എന്താ ചെയ്തേ, എൻ്റെ കുട്ടികളെ നോക്കി, എൻ്റെ വീട് നോക്കി, എൻ്റെ കെട്ടിയവനെ നോക്കി, എന്നിട്ട് ഇപ്പോഴും ഹസ്ബൻഡ് പറയുന്ന കാര്യം ഞാനൊരു ബുദ്ധൂസാണെന്നാണ്, അല്ലെങ്കിൽ ഞാനൊരു മണ്ടിയാണെന്നാണ്, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ മാത്രമേ എനിക്ക് പറ്റുന്നുള്ളൂ, ഈവൺ എനിക്ക് എൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന 10 രൂപ പോലും എൻ്റെ കയ്യിലില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ യൂട്യൂബ് ചാനലിലോട്ട് തന്നെ വരുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു ഏർണിങ്സ് വേണമല്ലോ എന്ന് കരുതിയിട്ട്. ഈവൻ നമ്മൾ ഒരു വീഡിയോ ഇട്ട സമയത്ത് എൻക്വയറീസ് വന്നിട്ട് എനിക്കതിന് റിപ്ലൈ ചെയ്യാൻ പറ്റാത്ത അത്ര എൻക്വയറീസ് ഉണ്ടായിരുന്നു ഈ പറയുന്ന വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു വീഡിയോക്കകത്ത്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി അതെല്ലാം 30+ ആയിരുന്നു കേട്ടോ കൂടുതൽ ആൾക്കാരും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, 30 വയസ്സിന് ശേഷമാണ് നമുക്ക് നമ്മുടെ കയ്യിൽ 10 രൂപ ഉണ്ടാവുന്നതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഹെൽത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഫ്രീഡത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്, എല്ലാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ 30 വയസ്സ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തുടങ്ങാം. നിങ്ങളുടെ ശരീരത്തെ, അതായത് നിങ്ങളുടെ ബ്യൂട്ടി നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 30 വയസ്സിന് ശേഷം നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി, അതേപോലെ നമുക്ക് ഹൈഡ്രേഷൻ വേണം, അതേപോലെ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യണം. ഇതൊക്കെ ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് നമ്മൾ 30+ വരുന്ന സമയത്ത് ഉണ്ടാവുക. ഈ സമയത്ത് നിങ്ങളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ചടപടേന്ന് നമ്മുടെ സ്കിൻ ഇങ്ങോട്ട് ചുരുങ്ങാൻ തുടങ്ങും. നമ്മുടെ മുഖത്തുള്ള ആ ഗ്ലോ ഒക്കെ അങ്ങോട്ട് പോവും. നമ്മൾ എത്ര തന്നെ വെള്ളം കുടിച്ചാലും വേണ്ടുന്ന പോലെ നമ്മുടെ ബോഡി നമ്മുടെ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യില്ല. ആൻഡ് നമ്മൾ വെയിൽ കൊള്ളുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പിഗ്മെൻറ്റേഷൻ വരും, മുഖത്ത് അവിടെ ഇവിടെയും കറുത്ത കുത്തുകൾ വരും, ചുളിവുകൾ വരും, ഇതൊക്കെ സംഭവിച്ചു തുടങ്ങും. അപ്പോൾ അറ്റ്ലീസ്റ്റ് 30+ലെങ്കിലും നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഇടുക, ഒരു സൺസ്ക്രീൻ ഇടുക, ഇതൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ 30-ന് ശേഷം തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ ബാക്കിയുള്ളവരൊക്കെ നിങ്ങളെ പറഞ്ഞ് കളിയാക്കി തുടങ്ങുന്ന ഒരു കാര്യമായിരിക്കും, ഇത്രയും കാലം ഇല്ലാത്തായിരുന്നല്ലോ ഇവൾക്ക്, ഇപ്പം എന്താ ഇവള് മേക്കപ്പ് ചെയ്യുന്നതെന്നുള്ളത്. മേക്കപ്പും സ്കിൻ കെയറും രണ്ടാണ് ഗൈസ്. നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ ഒരു സ്കിന്നിനെ ഡാമേജ് ആക്കാതെ കൊണ്ട് നടത്താൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധനമാണ് സ്കിൻ കെയർ. ആൻഡ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടെ, അതായത് നമ്മുടെ സ്കിന്നിലുള്ള ഇപ്പോൾ കറുത്ത കുത്തോ അതല്ലാന്നുണ്ടെങ്കിൽ ചുളിവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് ഒന്ന് സട്ടിൽ ചെയ്തിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് മേക്കപ്പ്. അല്ലാണ്ട് മേക്കപ്പ് എന്ന് പറയുന്നത് വെളുത്തിട്ട് മാറാനോ അല്ലെങ്കിൽ ആളെ തന്നെ മാറ്റാനോ ഒന്നുമല്ല യൂസ് ചെയ്യുക. ചില ആളുകൾ മേക്കപ്പ് യൂസ് ചെയ്ത് ആളെ തന്നെ മാറ്റിക്കാറുണ്ട്, അത് വേറെ വിഷയം.
പക്ഷെ ജനറലി ഈ രണ്ട് കാര്യത്തിനാണ് ആളുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അവരുടെ തന്നെ സ്കിൻ ടോൺ ആണ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലതായിട്ടുണ്ടാവുക. ചിലവർ ഈ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വെളുത്തിട്ട് പാറലൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ വിഷയം, കീപ് ഇറ്റ് അപ്പാർട്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ കെയർ ചെയ്ത് തുടങ്ങാം. ബാക്കി മേക്കപ്പ് ചെയ്യണോ വേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സ്കിൻ കെയർ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങാം. ആൻഡ് രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ബോഡി നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. യോഗ വേണമെങ്കിൽ യോഗ ചെയ്യാം, സൂംബ വേണമെങ്കിൽ സൂംബ ചെയ്യാം. അതിന് വീട്ടിലിരുന്നിട്ട് തന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ജിമ്മിൽ പോകാൻ പറ്റുമെങ്കിൽ ജിമ്മിൽ പോകാം. എന്ത് കുന്തം ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ബോഡി നിങ്ങൾ നന്നായിട്ട് നോക്കുക. മാത്രമല്ല, ഒരു 3 മാസത്തിൽ അല്ലെങ്കിൽ ഒരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ബോഡി ഒന്ന് ചെക്കപ്പ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് എങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അതിൽ നിങ്ങൾ ഈ പറയുന്ന ഷുഗറും ബിപിയും കൊളസ്ട്രോളും വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, അതേപോലെ വൈറ്റമിൻ കെ ഓക്കെ ആണോ എന്ന് നോക്കുക. വൈറ്റമിൻ സിയുടെ കുറവുണ്ടെങ്കിൽ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അതേപോലെ കാൽഷ്യത്തിൻ്റെ കുറവുണ്ട്, നമുക്ക് കുറേ ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ഓക്കെ നോർമലാണ്. പിന്നെ മെയിനായിട്ട് ചെയ്യേണ്ടുന്ന കാര്യമാണ് ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യുക, തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുക, പിന്നെ യൂട്രസ് വല്ലപ്പോഴൊക്കെ ഒന്ന് സ്കാൻ എടുത്ത് നോക്കുക. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ അവിടെ ഓക്കെയാണ്, എല്ലാ വേണ്ട സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക. 30+ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഹോർമോണൽ ഇംബാലൻസസ് വരുന്നത്, അതുപോലെ PCOD പോലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്, യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുന്നത്, നിങ്ങളുടെ പീരിയഡ്സ് സൈക്കിൾ മിസ്റ്റേക്ക് പോകുന്നത് ഒക്കെ 30+ കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ്. ഇതെന്താ സംഭവിക്കുക വെച്ചാൽ, നിങ്ങളുടെ മൂഡിനെ ഇത് വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യും. നിങ്ങളുടെ നല്ലോണം ദേഷ്യം പിടിപ്പിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ആരെങ്കിലും ട്രിഗർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആ സാധനം വരും. അമ്മായിയമ്മ ആയിക്കോട്ടെ, ജോലിസ്ഥലം ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ഇവർ നിങ്ങളെ ചെറുതായിട്ടൊന്ന് ട്രിഗർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ PCOS ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദേഷ്യം നിങ്ങളുടെ കാലിൽ നിന്ന് തലക്കരിച്ച് കയറും. ചില സമയങ്ങളിൽ നിങ്ങൾ റിയാക്ട് ചെയ്തു പോകും. അപ്പോൾ അതൊന്ന് റിയാക്ട് ചെയ്യുന്നുള്ളത് നിങ്ങളുടെ നേച്ചറായിരിക്കും. പക്ഷെ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി കൂടുതലായിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യും ഗൈസ്. ഞാൻ അങ്ങനെ ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മീറ്ററിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ചൊറിഞ്ഞതിൻ്റെ കണക്കിനനുസരിച്ച് ചിലപ്പോൾ അതിങ്ങനെ പോകും. ഇങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ PCOS ആണ് നമുക്ക് ആ പുഷ് ചെയ്ത് തരില്ലേ, ഇനി ദേഷ്യപ്പെട്ടു എന്നുള്ള പുഷ് ചെയ്യുന്നത് നമ്മുടെ PCOS ആണ്. അപ്പോൾ ആ ഒരു കലിപ്പിൽ നമ്മളിങ്ങനെ ഉറഞ്ഞു തുള്ളി നമ്മളത് അവതരിപ്പിച്ച് കഴിയുന്ന സമയത്ത് ലാസ്റ്റ് വാദി പ്രതിയാവും. ചിലപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ ഭാഗത്ത് 100% ന്യായം ഉണ്ടായിട്ടായിരിക്കാം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ നമ്മുടെ കലിപ്പിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ആളുകൾ പറയും അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു വക നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാനൊക്കെ ഈ പറയുന്ന നിങ്ങളുടെ ഫിസിക്കൽ ചെക്കപ്പ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് PCOS ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയേണ്ട നിങ്ങളെ ഡിപ്രഷനിലോട്ടും ആങ്സൈറ്റിയിലോട്ടൊക്കെ പോകും. നമ്മളിങ്ങനെ ഇത് മനസ്സിൻ്റെ ബുദ്ധിമുട്ടായിട്ടും, അല്ലെങ്കിൽ നമ്മൾ ചില ആളുകൾ സ്വന്തമായിട്ട് പറയും എന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകും എനിക്ക് ഭ്രാന്താണെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ ഈ ഫിസിക്കൽ ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ടായിരിക്കും. സോ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ബോഡി ചെക്ക് ചെയ്യുക. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് നിങ്ങളൊരു ഡ്രൈവിങ് പഠിച്ചിരിക്കുക എന്നുള്ളത്. ഫിനാൻഷ്യൽ ഫ്രീഡം ലൈഫിൽ എത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണോ, അറ്റ്ലീസ്റ്റ് ഒരു 2 വീലർ എങ്കിലും ഓടിക്കാൻ പഠിക്കുക. നിങ്ങളൊരു എന്താ പറയുക 30 വയസ്സിന് മേലെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കുറേ പൈസക്കാരാണ്, നിങ്ങളുടെ അടുത്ത് കാറുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 2 വീലർ എല്ലാം ഇഷ്ടം എന്നുണ്ടെങ്കിൽ, കാറാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കാറിന് ഡ്രൈവിംഗ് പഠിക്കുക. അല്ല നിങ്ങളുടെ എന്താ പറയുക 2 വീലറാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 വീലറിൻ്റെ ഡ്രൈവിംഗ് പഠിക്കുക, ലൈസൻസ് എടുത്ത് വയ്ക്കുക. മസ്റ്റായിട്ട് 30 വയസ്സിൻ്റെ മേലെ നിങ്ങൾക്ക് ഒരു ലൈസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പോയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്ന പരിപാടി നിങ്ങൾക്ക് ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. ഗൈസ്, നമ്മുടെ മൂഡ്സിനെ മാക്സിമം സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു സ്പേസ് അല്ലെങ്കിൽ ഫ്രീഡം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. ഈ ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ വിളിച്ച് പറയും, കാക്ക ഞങ്ങൾ വരുമ്പോഴേക്കും ആ കേക്ക് മേക്കിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വാട്ടോ. അപ്പോൾ ഈ കാക്ക ജോലി സ്ഥലത്തായിരിക്കും. അയാൾ പറയും ശരി ഞാൻ വാങ്ങിയിട്ട് വരാട്ടോ എന്ന്. തിരിച്ച് വരുമ്പോൾ അയാൾ മറന്നിട്ട് വരും. നിങ്ങളെ നല്ലപോലെ അത് ട്രിഗർ ചെയ്യും. ഇതേ സാധനം നിങ്ങൾ വേണമെങ്കിൽ പോയിട്ട് നേരിട്ട് പർച്ചേസ് ചെയ്തിട്ട് പുള്ളിയുടെ അടുത്ത് GPay ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പോൾ ആൾ പേയ്മെൻറ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് അവിടെ നടക്കും. ആൻഡ് ഈ പറയുന്ന നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം. അതായത് ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഹസ്ബൻഡിൻ്റെ അടുത്ത് മേടിച്ചിട്ട് വേണം പറഞ്ഞാൽ പുള്ളി വാങ്ങിച്ചിട്ട് വരില്ല. പക്ഷെ പുള്ളി പൈസ കൊടുക്കാൻ വില്ലിങ് ആണ്, വാങ്ങിക്കാനാണ് വില്ലിങ് അല്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ വണ്ടിയുണ്ട്, ഇവർ സ്പീഡിലുള്ള സ്കൂട്ടർ എടുത്തിട്ട് പോയിട്ട് ഈ വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് എന്താ പറയുക, അതുവഴി ഒരു ഏർണിങ്സ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ മാത്രമേ ഭർത്താവിന് പൈസ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. ഇത് തുടർക്കഥയായിട്ട് നിങ്ങൾ വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഭർത്താവിൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നു, ആൾ വാങ്ങിച്ചിട്ട് വരുന്നു, ആൾക്കത് ടയർഡാവണം. ആൻഡ് ആളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ചടയ്ക്കുന്ന ഈ സാധനങ്ങളൊക്കെ അതിൽ നിന്ന് മാറും. ഇനിയിപ്പോൾ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഡ്രൈവിംഗ് അറിയുമെന്നുണ്ടെങ്കിൽ ഗൈസ് അത്
അത് പ്ലസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയുമെങ്കിൽ അത് പ്ലസ് ആണ്. ആൻഡ് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനെ പിക്ക് ചെയ്യാനോ നിങ്ങളുടെ പാരൻസിനെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കാനോ എടുത്തിട്ട് വരാനോ ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയുന്നുണ്ടെങ്കിൽ അത് ത്രൂ നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ ഓട്ടോയിൽ കയറിപ്പോയാലോ ബസ്സിൽ കയറിപ്പോയാലോ ഇനി നിങ്ങൾക്ക് ക്യാബ് ബുക്ക് ചെയ്ത് തന്നിട്ട് നിങ്ങൾ അതിൽ കയറിപ്പോയാലോ ഒന്നും നിങ്ങൾ സെൽഫായിട്ട് ഡ്രൈവ് ചെയ്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്ത് പോയി നിങ്ങൾ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്ത് വരുന്ന ആ ഒരു ഫ്രീഡം കിട്ടില്ല, ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടില്ല. ഈവൻ ഞാനിപ്പോൾ പറഞ്ഞുതരാം, എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിനകത്ത് ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യേണ്ടി വന്നേനെ. പക്ഷെ എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം പാടത്ത് സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് ഞാൻ രാവിലെ നേരത്തെ എൻ്റെ വണ്ടി എടുത്തിട്ട് പോയിട്ട് അവിടെ പോയിട്ട് മെഡിറ്റേറ്റ് ചെയ്യും, അവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യും. ഞാൻ ഇതൊക്കെ അവിടെ നിന്നാണ് ചെയ്യുന്നത്. അതെന്താ വെച്ചാൽ ഐ ജസ്റ്റ് ലവ് ടു ഡു ദാറ്റ്. അപ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാം. അതല്ലാന്നുണ്ടെങ്കിൽ രാവിലെ കടന്നുറങ്ങുന്ന കെട്ടിനെ പോയിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. പുള്ളി ചിലപ്പോൾ വന്നാൽ വരും, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതായിരിക്കും അവസ്ഥ ഉണ്ടാവുക. ആൻഡ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഫിനാൻഷ്യലി ഫ്രീഡം കണ്ടെത്തുക എന്നുള്ളത്. ഡ്രൈവിംഗ് പറഞ്ഞിട്ട് ഞാൻ ഈ കാര്യം പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സാമ്പത്തികമായിട്ട് ചെറിയൊരു വരുമാനമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ചെറുത് മതി, ചെറിയൊരു വരുമാനമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോസ്മെറ്റിക്സ്, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ബ്യൂട്ടി, അതേപോലെ തന്നെ നിങ്ങളുടെ ഡ്രസ്സ്, നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ പൈസ ചിലവാക്കാൻ വേണ്ടി ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇത് വാങ്ങിക്കട്ടെ, ഈ കളർ എടുക്കട്ടെ, അല്ലെങ്കിൽ ഇതിന് ഇത്രയും രൂപ ആവും, ഞാൻ ചെയ്യണോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ട് ഒരു ഇൻസെക്യൂർഡ് ഫീൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നേരെ തിരിച്ച് പറയാം, ഇക്കക്ക എൻ്റെ ഫേസ് വാഷ് വരുന്നുണ്ട്, ഒന്ന് വാങ്ങിച്ച് വെച്ചേക്കണേ, അതല്ലാന്നുണ്ടെങ്കിൽ ഇക്കക്ക നിങ്ങൾ വരുമ്പോൾ ഈ സാധനം അതൊന്നും എടുത്തിട്ട് പോരാ, ഞാൻ അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും. അത് പറയാനായിട്ട് പറ്റും എന്നുള്ളതല്ല നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഭർത്താവിൻ്റെ ഒരു ബർത്ത്ഡേൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ഉമ്മാക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ, ഇവൺ ഒരു നൈറ്റി ആയിക്കോട്ടെ, ഉമ്മമാർക്കൊന്നും അങ്ങനെ വലിയ വലിയ ആഡംബര കാര്യങ്ങളൊന്നും അവർ അവിടെ അടുത്ത് പറയാറില്ല അല്ലേ. ഇവൺ ഒരു നൈറ്റി അല്ലെങ്കിൽ ഒരു ബാഗ് അല്ലെങ്കിൽ ഒരു ചെരുപ്പ്, ഇതൊക്കെ മതിയാവും നമ്മുടെ ഉമ്മമാരെ ഒന്ന് നമുക്ക് ഹാപ്പി ആക്കാനായിട്ട്. നമ്മുടെ ഉമ്മാനെ ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മുടെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാതെ നമ്മൾ നമ്മുടെ സ്വന്തം പൈസയും കൊണ്ട് വാങ്ങിച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇറ്റ്സ് അമേസിങ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസും കൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നിങ്ങളൊന്നും ചെയ്യാതെ മീൻസ് വീട്ടിലത്തെ പണി മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റിൽ നിന്നും, അതേപോലെ തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങളുടേതായിട്ടുള്ള ട്രാവൽ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാപ്തരായി, നിങ്ങളുടെ മക്കളെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നോക്കാനുള്ളൊരു പ്രാപ്തിയിലോട്ട് നിങ്ങളെത്തി. ആൻഡ് നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ട്, നിങ്ങളുടെ ഫിസിക്ക് നിങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ട്, നിങ്ങളുടെ ബ്യൂട്ടി നിങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഓവറോൾ പാക്കേജിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ, സെൽഫ് റെസ്പെക്റ്റ്, ആ ഒരു ഡിഗ്നിറ്റി, ആ സാധനം നിങ്ങൾക്ക് ചുറ്റോടുന്നും കിട്ടും. ആ ഒരു ഓറ നിങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. ഒരാളിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഒരാൾ നിന്ന് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അയാൾ ഏത് കൊമ്പത്തെ മനുഷ്യനാണെങ്കിലും നിങ്ങൾ അയാളോട് പറയും, നിങ്ങളല്ല എനിക്ക് തിന്നാൻ തരുന്നത്, ഞാൻ ഏൺ ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, സോ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അത് നിങ്ങൾ ഓപ്പണായിട്ട് പറയും. നിങ്ങളൊരു കാര്യമില്ലാണ്ട് എന്നെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലേഡിയാണ്, എന്നെ നിങ്ങൾക്ക് ഇൻസൾട്ട് ചെയ്യേണ്ട ഒരാവശ്യം അവിടെ വരുന്നില്ല എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാനായിട്ട് പറ്റും. അത് പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എമോഷണൽ ഫ്രീഡം വേണം. അതായത് ചുറ്റോട് നിന്നിട്ട് നിങ്ങളുടെ 4 ആൾക്കാർ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തളർന്നു പോകാനായിട്ട് പറ്റില്ല. അതെന്താ വെച്ചാൽ നമ്മളടുത്ത് ആരെങ്കിലും ഒരു നെഗ് പറയുന്ന സമയത്ത് നമുക്ക് ഈ ബേർഡൻ എവിടെയും കൊണ്ട് കളയാനില്ല. നമ്മളതെടുത്തിട്ട് വീട്ടിൽ കൊണ്ടു നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടുന്ന നെഗ് നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ പോയി കരഞ്ഞ് തീർക്കുന്നു എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ അവരെ സംതൃപ്തിപ്പെടുത്തിയേ പറ്റുള്ളൂ. ഇപ്പോൾ അമ്മായിയമ്മയാണ് ചീത്ത പറയുന്നത് വെച്ചാൽ നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ടാണ് കരയുന്നത്. പിന്നെ അപ്പം തന്നെ നമ്മൾ കാണുന്നത് അമ്മായിയമ്മനെ തന്നെയാണ്, നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. അപ്പം നമ്മൾ ഇവരെ സംതൃപ്തിപ്പെടുത്താനായിട്ട് മെനക്കെടും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജോലി സ്ഥലത്ത് പോകുന്ന ബോസിൻ്റെ അടുത്ത് എന്തെങ്കിലും കേൾക്കുന്നത്, നമ്മൾ വീണ്ടും ആ ബോസിനെ തന്നെ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ. നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അയാൾ കനിഞ്ഞെങ്കിലേ നിങ്ങൾക്ക് സാലറി കിട്ടുള്ളൂ. ആൻഡ് ഈ ഒരു സാധനത്തിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങളൊരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ബോസിനെ തൃപ്തിപ്പെടുത്തണം എന്നില്ല, അല്ലെങ്കിൽ ഉമ്മാനെ തൃപ്തിപ്പെടുത്തണം എന്നില്ല, ഭർത്താവിനെ തൃപ്തിപ്പെടുത്തണം എന്നില്ല, ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ആ ബോസ് ഓക്കെ അല്ലെങ്കിൽ വേറെ ബോസ്, ആ ജോലി ഓക്കെ അല്ലെങ്കിൽ വേറെ ജോലി. നിങ്ങൾ സ്റ്റാൻഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ കഴിവിലാണ്, നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ കോൺഫിഡൻസിലാണ്, നിങ്ങളുടെ 2 കാലിലാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫ്ലൈ ഗൈസ്, യു ക്യാൻ ഡെഫിനറ്റ്ലി ഫ്ലൈ. നിങ്ങൾ ആരെയും നോക്കേണ്ടെന്ന കാര്യമില്ല.
നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന, നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരാളുടെ കാര്യം നിങ്ങൾ ബോദർ ചെയ്യേണ്ടുന്ന കാര്യമില്ല. കാരണം അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് യു ക്യാൻ ഗോ ടു എക്സ്പ്ലോർ നേച്ചർ എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. വാട്ട് എവർ മേ ബി, നിങ്ങളെ എന്താണോ ഇഷ്ടപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് എന്താണോ ഓക്കെ ആയിട്ട് തോന്നുന്നത്, അത് ഒരാൾ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാതെ. കാരണം സൊസൈറ്റി ജഡ്ജ് ചെയ്യും, ഡെഫിനറ്റ്ലി നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരാണ്, അവരെ ജഡ്ജ് ചെയ്യാതെ പറ്റില്ല അവർക്ക്. അവർ ജഡ്ജ് ചെയ്യും, നിങ്ങളുടെ കൊളീഗ്സ് ജഡ്ജ് ചെയ്യും. ഞാൻ പണിയെടുക്കുന്ന പോലെ തന്നെയാണല്ലോ ഓള് പണിയെടുക്കണം, എന്നിട്ട് എനിക്ക് കിട്ടുന്നതിനേക്കാൾ അറ്റൻഷൻ ഓൾക്ക് കിട്ടുന്നുണ്ടല്ലോ, ആ സാധനം വരും. നിങ്ങളുടെ കൊളീഗ്സ് ജഡ്ജ് ചെയ്യും, നിങ്ങളുടെ ഇളയച്ചി മൂത്തച്ചിമാരെ ജഡ്ജ് ചെയ്യും. നിങ്ങളൊന്നും അല്ലാതിരിക്കുന്ന സമയത്ത് അവർ നിങ്ങളെ പുഷ് ചെയ്യാനൊക്കെ നോക്കും. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ വലിച്ച് താഴെ ഇടാനായിട്ട് നോക്കും. കാരണം നിങ്ങൾ അവരെക്കാൾ മേലെ പോകുന്നവർക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് അവരെ നിങ്ങളെ വലിച്ച് താഴെ ഇടാനായിട്ട് നോക്കുന്നത്. പക്ഷേ നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ കാലിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ ഒന്ന് നോക്കിയിട്ട് സങ്കടപ്പെടേണ്ടെന്ന അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ടെന്ന ഒരാവശ്യമില്ല. ഗോ ഫോർ യുവർ ലൈഫ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ നോക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കാലിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഈ സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ പലരും തിങ്ക് ചെയ്യുന്ന കാര്യം, കെട്ടിനെ ഡിവോഴ്സ് ചെയ്യണം, അമ്മായിയമ്മയായിട്ട് അടി ഉണ്ടാക്കണം, കുട്ടികളെ ഒഴിവാക്കണം, എന്നിട്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യണം. അങ്ങനെയല്ല, അതല്ല ഫ്രീഡം എന്ന് പറയുന്നത്. ഫ്രീഡം മീൻസ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു, കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നു. ഓക്കെ, അതാണ് ഫ്രീഡം. നമ്മുടെ ഹസ്ബൻഡിനെ എല്ലാ ഭാരം അവിടെ തലയിൽ വെച്ച് കൊടുക്കാതെ നമ്മൾ നമ്മുടെ ലൈഫ് ജീവിക്കുന്നു, നമ്മുടെ ചുറ്റോടുള്ള ആളുകളെ കൂടെ സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ഫ്രീഡം. സോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.